are never too old to set another goal or to dream a new dream. C.S. Lewis. Remember, believing in yourself is the first step to achieving your dream. Have faith in your abilities. Stay focused. Work hard. You got this. Thank you. സൈനിങ് ഞാൻ പറയാം മാം. Wiggly, 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 wiggly your fingers up, wiggly you. Dance your fingers up, dance your fingers down, dance your fingers your shoulder, dance your fingers on your head, wiggly, wiggly, wiggly. Thank you. So cute. Okay. നിങ്ങള് ജോൺസി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നോ പ്രാക്ടിക്കൽ സെഷൻ? യെസ് മാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. പാർട്ടി ഫീൽ എന്നാ വരുന്നേ? ഏപ്രിൽ മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും വരാം. ഞങ്ങളുടെ നോമ്പൊക്കെ ഒന്ന് തീർന്നിട്ട്. അപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് വെക്കാനായിട്ട്. ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ്, തേർഡ് ഒക്കെ ആകുമ്പോഴേക്കും പെരുന്നാളായിരിക്കും അല്ലെ? ഫസ്റ്റ് വീക്കിലൊക്കെ പെരുന്നാൾ വരുന്നത്. അത് കഴിയുമ്പോ നമുക്ക് വെക്കാം, ബിഫോർ വിഷു എന്നുള്ള രീതിയിൽ. ഓക്കെ. എക്സാമിനും പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ കുറേശ്ശെയായിട്ട്. കാരണം മോഡൽ എക്സാം നിങ്ങൾക്ക് ഉടനെ ഉണ്ടാവും. കഴിയാറായെന്ന് തോന്നുന്നു പാർട്ട് 4 കഴിഞ്ഞു. പാർട്ട് 3 ഇനി കുറച്ച് പോർഷൻസും കൂടിയല്ലേ ഉള്ളൂ. അതെ, പാർട്ട് 4 തീർന്നായിരുന്നു. ഇനി പാർട്ട് 3യുടെ കുറച്ച് പോർഷൻസ് ഉള്ളൂ. നമ്മൾ 7th യൂണിറ്റ് അല്ലേ, പാർട്ട് 3 പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, റൈറ്റ്? അതെ മിസ്സേ. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു മാം? നമ്മൾ ഇനി എടുക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ദി മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. സോ കഴിഞ്ഞ പ്രാക്ടിക്കൽ സെഷനിൽ വന്നപ്പോ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 19th സെഞ്ച്വറിയിൽ ഇത്രയും മൈന്യൂട്ടായ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മെറ്റീരിയൽസ് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തേക്കണേ. ആ ഒരു രീതിയിൽ. കാരണം ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലാത്ത ഒരാൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ആ ഒരു രീതിയിലൊക്കെയാണ് പലതിന്റെയും ഡിസൈൻ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ സെൻസസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും ഒരു 5 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മൾ നോക്കിയാൽ മെറ്റീരിയൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെയും കുറെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും മെറ്റീരിയൽസിന്റെ മനസ്സിലാകും. എല്ലാം ഫൈൻ ആണ്,
കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നാച്ചുറൽ ഒബ്ജക്ട്സ് കൊണ്ടുള്ളതാണ്, ആർട്ടിഫിഷ്യലോ സിന്തറ്റിക്കോ മെറ്റീരിയൽസ് ഒന്നിലും തന്നെ ഇല്ല. അത് എത്ര കോസ്റ്റ്ലി ആകുന്നത്. നല്ല ഫൈൻ വുഡൻ പീസസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈവൻ ദോ മെറ്റീരിയൽസിന്റെ കവറിങ് കേസ് എന്ന് പറയണതും വുഡ് കൊണ്ടുള്ളതും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് ദി മോണ്ടിസോറി മെറ്റീരിയൽസ്. ഓരോ മെറ്റീരിയലും ഓരോ ഡിഫൈൻ പർപ്പസിനും അതുപോലെ തന്നെ മീനിങ് ഫുൾ ടു ദ ചൈൽഡ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പണ്ട് നമ്മൾ എന്തൊക്കെയൊക്കെയോ ടോയ്സ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അവര് കുറച്ചു നേരം നോക്കും, പിന്നെ അത് കളയും, പിന്നെ അവര് വേറെ വല്ലതും നോക്കി പോകൂലേ. അവർക്ക് ആ കിടക്കുന്ന സ്പൂണോ തവിയോ അങ്ങനെ ഗ്ലാസ് ഒക്കെ മതിയായിരിക്കും പിന്നെ കളിക്കാനായിട്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞ ഓരോ മെറ്റീരിയൽസും കുട്ടിയെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവൻ കൂടുതൽ ഡിസ്കവറി കണ്ടുപിടിക്കുന്നു, ക്രിയേറ്റിവിറ്റി കൂടുന്നു, ഇന്റലക്ച്വൽ ലെവൽ കൂടുന്നു. ആ രീതിയിലാണ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, കാരണം ആദ്യം മറിയ മോണ്ടിസോറി ഇത് അപ്ലൈ ചെയ്തത് നോർമൽ ചിൽഡ്രനിലായിരുന്നില്ല, സ്പെഷ്യൽ കിഡ്സിനായിരുന്നു. സ്പെഷ്യൽ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്റലക്ച്വൽ ലെവൽ അത്രയും ലോ ആണ്. അപ്പൊ അവരെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഈ മെത്തേഡ് യൂസ് ചെയ്തത്. അതിന് വേണ്ടുന്ന മെറ്റീരിയൽസും ആക്ടിവിറ്റിയും അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഡിസൈൻ ചെയ്തത്. അപ്പൊ അവരിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയപ്പോഴാണ് സോ ഷീ തോട്ട് ലൈക്ക് അങ്ങനെയാണെങ്കിൽ നോർമൽ ചിൽഡ്രനിൽ ഇത് എങ്ങനെയായിരിക്കും, നല്ലൊരു റിസൾട്ട് ആയിരിക്കുമല്ലോ എന്ന് അവർക്ക് ഒരു ഐഡിയ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഒരു ചാൻസ് കിട്ടുന്നത്, ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളല്ല ഡേ കെയർ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ ഒരു ചിൽഡ്രൻസ് ഹൗസ് എന്ന രീതിയിൽ കാസ ഡെ പാപ്പിനെ ഡിസൈൻ ചെയ്തു. ഓക്കെ, നമ്മൾ കണ്ടതാണ് അതിൽ കുറെ ആക്സിഡന്റലി നടക്കുന്ന പല ഇൻസിഡൻസ് കാരണം എൻവയോൺമെന്റിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു, മെറ്റീരിയൽസ് തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു, മെറ്റീരിയൽസ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു. കഴിഞ്ഞ ഫസ്റ്റ് ബാച്ച് വന്നത് ഒരു ക്ലാസ് ആയിരുന്നു, MT2 MT3 ഒറ്റ ബാച്ചാണ്. സോ അവര് വന്നത് 2 ദിവസമായിട്ടാണ് വന്നത്. 2 ദിവസമായിട്ട് വന്നപ്പോ നമ്മളും ഓരോ പ്രാവശ്യം ഇവരെ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ ഞങ്ങൾക്കും പല ഐഡിയാസ് വരുക. കാരണം വെച്ചാൽ ഈവൻ ദോ നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ് ആണെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളുടെയും ക്രിയേറ്റിവിറ്റി, ഇത്രയും ഏജ് ആയിട്ടാണെങ്കിലും നമ്മുടെയും ക്രിയേറ്റിവിറ്റി ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരുന്നത്. സോ ഞാനും അശ്വതി വിചാരിച്ചു ടേബിളിൽ അങ്ങ് നിരത്തി വെക്കാം, നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിലെ പോലെ, അതായത് കാസ ഡെ പാപ്പിനിലെ പോലെ കുട്ടികളെ ഫ്രീ ആക്കി വിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന്. ഈ 3rd ബാച്ച് വന്നപ്പം അവരോട് ജോൺസിക്ക് അറിയാം, ഫസ്റ്റ് ഡേ ഞങ്ങൾ ഓരോന്നായിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. നെക്സ്റ്റ് അടുത്ത ദിവസം ഇവർ വന്നപ്പോൾ ഞങ്ങൾ ടേബിളിൽ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. സോ ആ രീതിയിൽ മെത്തേഡ് ഞങ്ങളൊന്ന് മാറ്റി. അപ്പൊ അങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും നമുക്ക് അതിന്റെ ആ മെത്തേഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡിൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. സോ ക്രിയേറ്റിവിറ്റി എല്ലാവരിലും വരുക, ഒബ്സർവ് ചെയ്യുന്ന ആളിലും വരുവാണ്, ആക്ടിവിറ്റി ചെയ്യുന്ന ട്രെയിനീസിലും വരുവാണ്. അപ്പൊ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, അവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഭയങ്കര ഹയർ ലെവലിലല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കൂ പ്ലീസ്. ആരാ വായിക്കാം? ഫസ്റ്റ് 2 പ്രിൻസിപ്പിൾസ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മാം, ഞാൻ വായിക്കാം. യെസ് പ്ലീസ്. Principles of Montessori materials. Each material must have a definite purpose and be meaningful to the child. First one, the difficulty or the error that the child is to discover and understand must be isolated in a single piece of material. For example, the long rods will present only a variation in length and not in color or in design. Such isolation will help the child focus on the problem more eagerly. Second one, the material progress from simple to more complex in designs and usage. A good example, the rods, after discovering the length, using the long rods which differ only in length. The child is then introduced to the number rods. The number rods are used to teach the child to count. A third set, small rod, is used to teach children more complicated mathematical problems. സോ നമ്മൾക്കറിയാം ഇവിടെ കൺട്രോൾ ഓഫ് എറർ, അതായത് കുട്ടികൾ ചെയ്തതിന് അവർ ചെയ്ത ശരിയായ മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല, അവര് തന്നെ കറക്റ്റ് ആക്കുന്ന
രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കൺട്രോൾ ഓഫ് എറർ അവർ സെൽഫായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവര് മനസ്സിലാക്കുവാണ് ആ ഒരു ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഗിൽറ്റി ഫീലിംഗ്. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് കുറയും, ഞാൻ ചെയ്യാൻ പോയാൽ തെറ്റിപ്പോവോ, അങ്ങനത്തെ ഒരു ഫീൽ വരും. പക്ഷെ ഇവര് റിപ്പീറ്റ് ചെയ്ത് നമുക്കറിയാം റിപ്പീറ്റേഷൻ എന്നൊരു കാര്യമുണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് മോണ്ടിസോറി മെത്തേഡില്. വീണ്ടും വീണ്ടും അത് ചെയ്യുമ്പോഴാണ് അത് അവർക്ക് കൺട്രോൾ ഓഫ് എറർ അത് കറക്റ്റ് ആവുന്നത്. ഓക്കെ, ഇവിടെ ലോങ് റോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല, പക്ഷെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. അതായത് നമ്പർ റോഡ്സ് എന്ന് പറഞ്ഞ റെഡും ബ്ലൂവും കളറിൽ റോഡ്സ് ഉണ്ട്. ഈ റോഡ്സ് അതായത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 2 സെറ്റ് ആയിട്ടാണ്, അതായത് ലാർജ് നമ്പർ റോഡ്സും ഉണ്ട്, സ്മോൾ നമ്പർ റോഡ്സും ഉണ്ട്. ഇപ്പൊ 9 എന്നുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ലെങ്ത് കൂടുതലായിരിക്കും, 8 ആകുമ്പോൾ ലെങ്ത് കുറയും. ഇത് തന്നെ വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതുമാണ് സ്മോൾ പറയുന്നത്. അപ്പൊ വലിപ്പം കൂടിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടിങ് അവർക്ക് ഈസി ആക്കാനാണ്. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്പർ 9 എന്ന് പറയുമ്പോൾ ഏറ്റവും നീളമുള്ള റോഡായിരിക്കുമല്ലോ, നല്ല നീളത്തിലിരിക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെ മനസ്സിൽ ഒരു ലാർജ് എന്നുള്ള ഫീല്. ബാക്കി നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 9 ഈസ് ദ ലാർജസ്റ്റ് വൺ. ഇത്രയും നമ്പേഴ്സിൽ 9 ആണ് ലാർജസ്റ്റ് എന്ന് അവർക്ക് മനസ്സിലാവും. ഇപ്പൊ 8 9ലേക്കാൾ കുറച്ച് ലെങ്ത് കുറഞ്ഞത്, സോ 8 9ലേക്ക് കുറവ്. ആ ഒരു കൺസെപ്റ്റ് അവർക്ക് കിട്ടും, ലാർജ് സ്മോൾ എന്നുള്ളത്. ഈ സ്മോൾ നമ്പർ റോഡ്സ് പറഞ്ഞാൽ വലിപ്പം കുറഞ്ഞിട്ടുള്ള നമ്പർ റോഡ്സ്, അതിൽ ഏറ്റവും നീളമുള്ളത് 9 തന്നെയാണ്. പക്ഷെ അത് യൂസ് ചെയ്ത് അവര് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ലാർജ് നമ്പർ റോഡ്സ് പ്ലേസ് ചെയ്ത് അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സെയിം പാറ്റേണിൽ തന്നെയുള്ള അതിന്റെ ഒരു ചെറിയൊരു വേർഷൻ. ഓക്കെ, ചെറിയൊരു വേർഷനായിട്ട് വലിപ്പം കുറച്ചിട്ട് സ്മോൾ നമ്പർ റൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 1 + 2 അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് 1 എന്നുള്ള ഏറ്റവും ചെറിയ നമ്പർ റോഡും 2 എന്നുള്ള നമ്പർ റൂട്ടും എടുത്തിട്ട് അവർക്ക് 3 = 3 എന്നുള്ള നമ്പർ റൂട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്യിക്കുന്നത് ബേസ് അതായത് നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും നല്ല പോലെ തറുവായ കുട്ടികൾക്കാണ് അത് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും ചെയ്യാനായിട്ട് അതിന് പറ്റുന്ന മെറ്റീരിയൽസ് നമ്മൾക്ക് കയ്യിലുണ്ട്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു കാർഡിലെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും 2 എന്നുള്ളത്. പിന്നെ കൗണ്ട് ചെയ്യാനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ 2 എന്ന് കാണുമ്പോഴേക്കും 1 2 എന്നും പറഞ്ഞ് കൗണ്ട് ചെയ്ത് ആ ഒബ്ജക്റ്റ് വെക്കുക എന്നുള്ളതാണ്. അപ്പോ കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും ആയി കഴിയുമ്പോഴാണ് ഇവരെ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ചെറിയ കുട്ടികൾക്ക് ഈ മാത്തമാറ്റിക്കൽ ഈ പ്രോബ്ലംസ് അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. ചെറിയ നമ്പേഴ്സ് വെച്ചാണെങ്കിലും അഡൾട്ടിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ ചിന്തിക്കരുത്. ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് കോംപ്ലിക്കേറ്റഡ്. അപ്പൊ അവർക്കത് ശരിയായ രീതിയിൽ ചെയ്യണമെങ്കിൽ അവരുടെ ബേസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്. ദാറ്റ് മീൻസ് ഫ്രീഡം ഓഫ് ചോയ്സ്. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ പോയി എടുക്കാം അല്ലെ, ഫ്രീഡം ഓഫ് ചോയ്സ് എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും ചെയ്യാൻ ആയിട്ടില്ലാത്തൊരു കുട്ടി പോയിട്ട് അഡീഷന്റെയോ അല്ലെങ്കിൽ സബ്ട്രാക്ഷന്റെയോ അതുപോലെ തന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡ് എടുത്തുകൊണ്ട് വരുവാണ്. സോ അപ്പൊ നമ്മൾക്കിത് കാണുന്നു. ആ സമയത്ത് ഫെസിലിറ്റേറ്റർക്ക് നമ്മൾ ഒബ്സർവേഷനിലായിരിക്കാം, നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം, നമുക്ക് ഇടപെടാം. പക്ഷെ ചെയ്യുമ്പോൾ അവിടെയാണ് സെൻസിറ്റീവ് ആണ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇത് മാറ്റി നമ്മൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സോ അല്ലെങ്കിൽ നമ്പർ ഫെമിലറൈസേഷനോ കൗണ്ടിങ്ങിനോ ഉള്ള മെറ്റീരിയൽ നമ്മൾ അവിടേക്ക് കുട്ടിയെ അതിലേക്ക് ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുവരണം. അത് ഓരോ ട്രെയിനറുടെയും ഒരു കഴിവാണ്, ലൈക് ഫെസിലിറ്റേറ്ററിന്റെ കഴിവാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോർഡ് വെച്ചിട്ട് കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. കാരണം അവൻ മേ ബി സീനിയർ കുട്ടികളിൽ കണ്ടിട്ടുണ്ടാവും. സീനിയർ എന്ന് വെച്ചാൽ അവനേക്കാൾ മുമ്പ് അവിടെ ജോയിൻ ചെയ്ത മറ്റു കുട്ടികൾ ഇത് ചെയ്യുന്ന കണ്ട് കാണാൻ രസം തോന്നി അങ്ങനെയായിരിക്കും ഈ ബോർഡ് എടുത്തുകൊണ്ട് വരുന്നത്. സോ അങ്ങനെ ബോർഡ് എടുത്തുകൊണ്ട് വന്നു, പക്ഷെ അവന് ചെയ്യാൻ അറിയില്ല. ദാറ്റ് മീൻസ് അവനിൽ തന്നെ വരും ഇത്. കുറെ നേരം ബോർഡൊക്കെ നോക്കുമ്പോൾ അതിലെ സ്ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ, നമ്പറിന്റെ സ്ട്രിപ്സ് ആയിരിക്കും. ആ സ്ട്രിപ്പ് ഒക്കെ നോക്കിയിട്ട് കുറെ നേരമൊക്കെ നോക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കും. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മളുടെ ഹെൽപ്പിന് അവൻ നോക്കുമ്പോഴേക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സോ നമ്പേഴ്സോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇത് ചെയ്യാം, അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴേക്കും വിൽ ബി ഹാപ്പി. അവനപ്പോ റെഡി ആകും, നമ്പർ പഠിക്കാനായിട്ട് റെഡിയാകും. അങ്ങനെ അത് ആ രീതിയിലേക്ക് കൊണ്ടുവരണം.
ഓക്കെ, അതാണ് ഇത് ഫ്രീഡം ഓഫ് ചോയ്സ് എന്നൊരു കാര്യം വരുമ്പോൾ പലർക്കും സംശയം തോന്നുന്നത് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് പോയി എടുത്തുകൊണ്ട് വരും. ചിലപ്പോൾ കളറും ഷേപ്പൊക്കെ കണ്ടിട്ടായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്, പക്ഷെ അവർക്ക് ചെയ്യാൻ അറിയാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോൾ ഇതുപോലെ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യണം, നമുക്ക് ഇടപെടാം. ഓക്കെ, ഇനി അടുത്ത തേർഡ് പോയിന്റ്, തേർഡ് പ്രിൻസിപ്പിൾ. യെസ് പ്ലീസ്. മാം ഞാൻ വായിക്കാം. The materials are designed to prepare the child diffusely for future learning. The sandpaper letters are used to instruct children the sound of the letters of the alphabet. By tracing the sandpaper letters with his fingers, he built a muscular memory of the shape of the letters of the alphabets and therefore preparing him to write one day. This principle of indirect preparation empowers the child to experience success in this endeavor much more readily and aids the development of self-assurance. The materials begin as concrete expression of an idea and gradually become more and more abstract representation. An example from geometry is given below. ഓക്കെ, നമുക്ക് തേർഡ് പ്രിൻസിപ്പിൾ പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലാസ്റ്റ് വണ്ണും കൂടെ ഒന്ന് വായിച്ചാൽ നമുക്ക് അടുത്ത രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചർ ലേണിംഗിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു 6th സ്റ്റാൻഡേർഡ് വരെയുമാണ് അവര്, 6 ഇയേഴ്സ് വരെ, 6 വയസ്സ് വരെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റുകൾ. പിന്നെ അവർ നോർമൽ സ്കൂളിലേക്കായിരിക്കും പോകുന്നത്. സോ ആ ഒരു ഫ്യൂച്ചർ ലേണിംഗിൽ ഇത് അവർക്ക് വളരെ ഫണ്ടമെന്റൽ ആണ്, ബേസിക് ആണ്. ഓക്കെ, പലരും പറയും മോണ്ടിസോറി സ്കൂളിൽ ചേർത്തിട്ട് കുട്ടിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, സംസാരിക്കുന്നുണ്ട്, വേറൊന്നും അറിയില്ല. അതാ മീൻസ് ആ ഒരു മെത്തേഡിൽ എവിടെയോ എന്തോ പ്രശ്നം പറ്റിയിട്ട് വരുന്നത്. ബട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ 2 കുട്ടികളാണ്, ഒരു രണ്ട് പെൺകുട്ടികളാണ്, 2 പേരും മോണ്ടിസോറി സ്കൂളിലായിരുന്നു അവരുടെ 6 വയസ്സ് വരെ. അതില് മൂത്ത കുട്ടി ഇപ്പൊ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുകയാണ്, രണ്ടാമത്തെ മോള് ഇപ്പൊ 10th സോ അവര് ഇപ്പോഴും അവർക്ക് ആ മോണ്ടിസോറിയുടെ ബേസ് ആണ് അവരുടെ ഹയർ ക്ലാസ്സുകളിലെ സ്റ്റഡീസിന് അവരെ ഹെൽപ്പ് ചെയ്തത്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേണിംഗ് ആയിരുന്നു, അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നോ ട്യൂഷൻ, നത്തിങ്. ആ കുട്ടി MBBS മെറിറ്റിൽ തന്നെ സീറ്റ് കിട്ടായിരുന്നു. അപ്പൊ പാരന്റ്സിനൊന്നും അറിയേണ്ട വന്നില്ല, കുട്ടി തന്നെ സെലക്ട് ചെയ്യായിരുന്നു ഈ MBBS പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെന്റർ ഏത് വേണമെന്നുള്ളത്. എന്റെ മോള് ജസ്റ്റ് അന്ന് 10th കഴിഞ്ഞ സമയമായിരുന്നു ഈ കുട്ടിക്ക് MBBS കിട്ടിയത്. അപ്പൊ ഞാൻ ആ മോളോട് ചോദിച്ചു ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ MBBS നല്ലതെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി ആയിരുന്നു എനിക്ക് ഭയങ്കര അപ്രീഷ്യബിൾ ആയിട്ട് തോന്നിയത്. എല്ലാ ട്രെയിനിങ് സെന്റേഴ്സിലും അവര് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന രീതി ഏത് സെന്ററിലാണെന്നുള്ളത് നോക്കിയിട്ട് ജോയിൻ ചെയ്യണം എന്നാണ് കുട്ടി പറഞ്ഞത്. ആ കുട്ടി ആകാശിലാണ് ചെയ്തത്. പക്ഷെ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എല്ലാ കുട്ടികളും ആകാശി പോയി ജോയിൻ ചെയ്ത അതിന് സീറ്റ് കിട്ടിയതുപോലെ കിട്ടുന്നല്ല. ചിലര് ബ്രില്യന്റിലായിരിക്കും. അപ്പൊ അവിടെ പഠിച്ച് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൊണ്ടുപോയി ബ്രില്യന്റിൽ ചേർത്താൽ കിട്ടണമെന്നില്ല. ഓരോ കുട്ടിയുടെയും പഠന രീതി വ്യത്യാസം ഉണ്ടാവും അല്ലെ, പലരും പഠിക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ക്ലാസ് കേൾക്കുന്നതാണ് അവരുടെ മെമ്മറിയിൽ നല്ലപോലെ ഇരിക്കുന്നത്. ചിലർക്ക് ക്ലാസ് ഒരു ബേസ് മാത്രം തന്നെ കുറെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകള് ഈവൻ ദോ ക്ലാസ് കൊടുത്താലും അവർ കുറെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ചില കുട്ടികൾക്ക് താല്പര്യം. അപ്പൊ നമ്മളുടെ കുട്ടി ഏത് രീതിയിലാണ് അവരുടെ പഠന രീതി എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന സെന്ററുകളിലേക്ക് വിടുന്നതായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അപ്പൊ ഈ മോള് തന്നെ കണ്ടുപിടിച്ചതാണ്, തന്നെ പോയി അഡ്മിഷൻ എടുത്തു, തന്നെ അതിന്റെ കോഴ്സ് ചെയ്തു, വീക്കെൻഡ്സിലോ മറ്റോ ചെയ്തു. അവൾക്ക് മെറിറ്റിൽ തന്നെ കിട്ടി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കിട്ടി, ബാംഗ്ലൂരും കിട്ടി. അപ്പൊ അത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ബാംഗ്ലൂർ ആയത് കാരണം അതിന് അവിടെ മതി എന്ന് പറഞ്ഞ് അവിടെ ജോയിൻ ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ എഴുതും, ഭയങ്കര ലാംഗ്വേജാ ഇംഗ്ലീഷില്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാംഗ്വേജാ. ആ കുട്ടിയുടെ കുറേ റൈറ്റപ്സ് നമ്മൾ വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടി എഴുതുന്നതോ വായിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് വായിക്കാനായിട്ട്. വളരെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അവൾ അത് എഴുതുമ്പോഴേക്കും അതിന്റെ ക്രിയേറ്റിവിറ്റി വേറൊരു രീതിയാണ്. ഇപ്പോഴും അവരെന്ത്
എക്സാമിന് പോകുമ്പോഴും അവരുടെ മോണ്ടിസോറി ടീച്ചറുടെ അടുത്ത് പോയി ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് അവര് പോകുന്നത്. കാരണം അവരെ മൗൾഡ് ചെയ്ത് മാറ്റിയത് ആ ഒരു മാം ആയിരുന്നു എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ സോ ലൈക്ക് അതുപോലെ സ്കൂളുകളിൽ ശരിയായ രീതിയിൽ ട്രെയിനിങ് നടക്കുമ്പോഴാണ് കുട്ടികൾ ആ ഒരു 6 years കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് അതിന്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആകുന്നത്. അപ്പൊ നമ്മള് സ്കൂളിൽ എന്തോ മെത്തേഡിൽ എന്തോ അല്ലെങ്കിൽ അത് പറ്റിയതായിരിക്കാം. ചിലപ്പോൾ മാറി മാറി വരുന്ന ഫെസിലിറ്റേറ്റേഴ്സ് അതും അതിനൊക്കെ കാരണവും അറിയില്ല. സോ ഇവരുടെ കാര്യം എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കുട്ടിയെ നല്ലപോലെ ഫ്യൂച്ചർ ലേണിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒന്നാണ് മോണ്ടിസോറി മെറ്റീരിയൽസും ആ ഒരു എൻവയോൺമെന്റും. നമുക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, കുട്ടികൾക്ക് ആൽഫബറ്റ് പഠിക്കാനും നമ്പേഴ്സ് പഠിക്കാൻ നമ്മൾ സാൻഡ് പേപ്പറിൽ ലെറ്റേഴ്സും നമ്പേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം അവരുടെ ചെറിയ ഈ ഫിംഗേഴ്സിനെ അതിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും, കാരണം എനർജൈസ് ചെയ്യും അതിൽ ടച്ച് ചെയ്യുമ്പോൾ. ഈവൻ ദോ നമ്മളും ആ സാൻഡ് പേപ്പറിലൂടെ ഒന്ന് വിരലോടിച്ചാൽ നമ്മളുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകുന്ന പോലൊരു ഫീലാണ്. ശരിക്കും ഇവരിലേക്ക് ഫീഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ട്രേസ് ചെയ്യുമ്പോഴേക്കും അതിന്റെ മസ്കുലാർ മെമ്മറി ലെറ്ററിന്റെ ഷേപ്പിൽ തന്നെ ആ മെമ്മറിയിലേക്ക് അത് പോകും. അല്ലാതെ 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിച്ചുകൊണ്ടോ 20 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിച്ചോ അല്ല കുട്ടികളെ ലെറ്റേഴ്സും നമ്പേഴ്സും പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് ലെവലിലേക്ക് കുട്ടി ചെല്ലുമ്പോഴേക്കും അവർക്കൊരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാവും, സെൽഫ് അഷുറൻസ്, ഒരു കാരണം എന്തും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മൈൻഡ് പാകപ്പെട്ടിട്ടുണ്ടാവും കുട്ടിയുടെ. പിന്നെ ഒരു കോൺക്രീറ്റ് ഐഡിയ ആണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലാതെ ടീച്ചർ ബോർഡിൽ എഴുതിയല്ലോ നമ്മൾ അക്ഷരങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. കുട്ടി തന്നെ അവന്റെ സെൻസസ് യൂസ് ചെയ്ത് ടച്ച് ചെയ്ത് അതിലൂടെ ട്രേസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവര് ഈ ലെറ്റേഴ്സിന്റെ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇവർക്ക് കിട്ടുന്നത്. അത് കൂടുതൽ കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അബ്സ്ട്രാക്ട് രീതിയിലുള്ള റെപ്രസെന്റേഷൻസ്, അതായത് 6 വയസ്സ് കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് ചെല്ലുന്ന നോർമൽ സ്കൂളാന്ന് പറഞ്ഞു. അതൊരു പക്ഷേ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂംസ് ആയിരിക്കും, സ്മാർട്ട് ക്ലാസ് റൂമുകളായിരിക്കും, സ്ക്രീനിലായിരിക്കും കാണുന്നത്. അപ്പോൾ ബേസ് കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കോൺക്രീറ്റ് എക്സ്പ്രഷൻസുമായിട്ട് കണക്ട് ചെയ്ത് ബേസ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിലേക്ക് വന്നാലും കുട്ടിക്ക് കൺഫ്യൂഷൻ വരില്ല, കാരണം ഓൾറെഡി ഇതെല്ലാം ഫീഡ് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ താഴെ ഒരു കാര്യം പറയുന്നുണ്ട്. ആരാത് വായിക്കേ? യെസ്, വിനീത വായിച്ചു. Montessori materials are designed for auto education, and the control of error lies in the material themselves rather than in the teacher. The control of error lies in his use of the materials and permits him to recognize his own mistakes. The 4 wooden cylinder blocks are a good example. If the child makes a mistake in replacing the cylinder into the socket, there will be 1 cylinder left over. നെക്സ്റ്റ് പാരഗ്രാഫ് ആണോ മാം? വേണ്ട, ഞാൻ ഇത് പറയാം. മെറ്റീരിയൽസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം അവിടെ ഓഫീസ് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോ സിലിണ്ടേഴ്സ് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിക്കായിരുന്നു. ഓട്ടോ എഡ്യൂക്കേഷൻ മാത്രമല്ല, കൺട്രോൾ ഓഫ് എറർ, അതായത് തന്നെ സെൽഫ് കൺട്രോളിന് നമ്മൾ കുട്ടിക്ക് ഉണ്ടാവുന്നത് എല്ലാ കാര്യങ്ങളിലും കേട്ടോ. ഈ ആക്ടിവിറ്റി ചെയ്ത എറർ മാത്രം കൺട്രോൾ ചെയ്യുന്ന മാത്രമല്ല, അല്ലാതെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സെൽഫ് കൺട്രോൾ എന്നുള്ള രീതിയിൽ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര അത്യാവശ്യമാണ് ഈ രീതിയിലുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ബേസ് മറിയ മോണ്ടിസോറി അന്ന് വേൾഡ് വാർ കണ്ട ആ ഒരു വിഷമം കൊണ്ട് വേൾഡ് മുഴുവൻ പീസ് ആൻഡ് ഹാർമണി എന്നുള്ള രീതിയിലാണ് ഈ ഒരു മെത്തേഡ്. അതിന് അഡൽറ്റില് ചെയ്തിട്ട് കാര്യമില്ല, കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്നുള്ള രീതിയിലാണ് അവർ. അതായത് കതിരിന്മേൽ വെള്ളം വെച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാറില്ലേ. പക്ഷെ ഇപ്പൊ നോക്കൂ, ഈ വർഷം തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു, എന്തെല്ലാം അപകടങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികളുടെ സൈഡിൽ നിന്ന് തന്നെ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, സുഹൃത്തിനെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, അങ്ങനെ റാഗ് ചെയ്യുന്നു, ക്രൂരമായ റാഗിങ്ങിന് ഇരയാകുന്നു, അങ്ങനെ പീഡനത്തിന് ഇരയാകുന്നു, അങ്ങനെ പല ന്യൂസസും നമ്മൾ കേൾക്കും. കൊല്ലാൻ മടിയില്ലാത്തൊരു ജനറേഷൻ എന്ന് പറയുന്ന പോലെ
കുറെ പേരെ കൊന്നു കഴിഞ്ഞപ്പോ മടുപ്പായിന്ന്, അതുപോലത്തെ ഒരു അവസ്ഥ. നമ്മൾ ചിലപ്പോ പറയും മധുരം കഴിച്ചിട്ട് നമുക്ക് മടുക്കുന്നു നമ്മൾ പറയാറുണ്ട്. അതുപോലെ അങ്ങനെ വളരെ എന്താ പറയുക, കുഞ്ഞുപോലെ കൊണ്ടു നടന്ന ഒരു ബ്രദറിനെ അത്രയും ഉപദ്രവിക്കാനും സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല അല്ലെ. സോ അതുപോലെ ഇങ്ങനെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുക. സോ എവ്രിബഡി ഹാസ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. ഇന്നത്തെ പത്രത്തിൽ കുറെ ഇങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഒരു റൈറ്റപ്പും ഉണ്ടായിരുന്നു, നമ്മുടെ പണ്ടത്തെ നല്ലൊരു കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങള് ഇതുണ്ടാവും. ഇതൊന്നും പേപ്പറിലോ വാർത്തകളിലോ മീഡിയകളിലോ ഒതുങ്ങി പോകാതെ ചിലപ്പോൾ ഒരു പ്ലഡ്ജ് നടത്തുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാരത്തോൺ നടത്തുമായിരിക്കും ഇതിന്റെ മെസ്സേജ്. അവിടെ അങ്ങ് തീരെടുത്ത അതൊക്കെ നടക്കട്ടെ, ഇതിന്റെ ഭാഗമായിട്ടൊരു എനർജൈസർ എന്നുള്ള രീതിയിൽ അതൊക്കെ നടക്കട്ടെ. പക്ഷെ വി ഹാവ് ടു ഡു ആക്ഷൻ. ആക്ഷൻ സ്പീക്ക് മോർ ദാൻ വേർഡ്സ് എന്നാണ് അല്ലെ. അത് ആക്ഷൻസ് ചെയ്യണം. സോ ഈ പ്രശ്നങ്ങളാകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് തന്നെ ഞങ്ങൾ 2 പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം ഇതാണ്, ഒന്ന് കൂടും നെസ്റ്റ് എന്നുള്ള മീനിങ് വരുന്നതും, പിന്നെ ഒരെണ്ണം മെറ്റമോർഫോസിസ്. നമ്മൾ ഇതിനകത്ത് സെൽഫ് കൺസ്ട്രക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു പുഴു നല്ല ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് മാറുന്നത് പോലെ കുട്ടികളിലും ചേഞ്ചസ് ഉണ്ടാവുന്നു. അതാണ് മെറ്റമോർഫോസിസ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു മെറ്റമോർഫോസിസ് നടത്തണം, ഒരു പരിണാമം, മാറ്റം അല്ലെ. അത് നല്ല രീതിയിലുള്ള ഒരു പരിണാമം. അത് മറിയ മോണ്ടിസോറി അന്ന് പറഞ്ഞു, അനിമൽസിന് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടികളിലും മനുഷ്യരിലും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു അല്ലെ. ആ ഒരു പുഴു, ആ ഒരു ബട്ടർഫ്ലൈ പോയി ഒരു ഇലയുടെ അടിയിൽ മുട്ടയിട്ടു, ലാർവ. അത് വിരിഞ്ഞ് കാറ്റർപില്ലറായി, പുഴുവായി അല്ലെ. ഈ പുഴു സൂര്യരശ്മി നോക്കി നോക്കി മുകളിലേക്കുള്ള ബ്രാഞ്ചിലേക്ക് കയറി. കാരണം ഇതിനെ സമാധിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, പ്യൂപ്പാവസ്ഥയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചമുള്ള സ്ഥലവും വേണം. അതുപോലെ തന്നെ നല്ല പോലെ ടെൻഡർ ലീവ്സ് ആണ് പുഴുവിന് കഴിക്കാൻ ഇഷ്ടം, തളിരിലകൾ, അത് കിട്ടുന്നത് വേണം. അപ്പൊ ബ്രാഞ്ചിന്റെ തുഞ്ചത്തേക്ക് പോകണം അതിന്. അവിടെ പോയി അത് കഴിച്ച് ആവശ്യത്തിന് കഴിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പിന്നെ അത് കൂട് കൂട്ടി പ്യൂപ്പ അതിനകത്ത് ഇരിക്കുക. അപ്പൊ ഇത് പോയി നമ്മൾ കുത്തി പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബട്ടർഫ്ലൈ പുറത്തേക്ക് വരില്ല. അതിന് സമയമെടുത്ത് രൂപമാറ്റം സംഭവിച്ച് ബട്ടർഫ്ലൈ ആകുക. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ തുടങ്ങുന്ന ഒരു സംഘടനയാണ് മെറ്റമോർഫോസിസ്. കൂട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. പുള്ളിക്കാരിയുടെ പ്രഗ്നൻസി സമയത്ത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു എന്ന്. അപ്പൊ ആ സ്ട്രെസ്സിലിരിക്കുമ്പോൾ ആള് ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെ ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നു, അപ്പൊ എത്രയോ സ്ത്രീകൾ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ആളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതാണ് കൂട് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ ഈ കൂട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടൈമിലെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ അവർക്ക് വേണ്ടുന്ന അവയർനെസ് കൊടുക്കുക. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ചിന്തിച്ചപ്പോ ചോദിച്ചു, ഇങ്ങനെ പ്രഗ്നന്റ് ആകുമ്പോൾ മാത്രം അവയർനെസ്, ഒരു കുട്ടി വേണമെന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആലോചിക്കുന്ന സമയം തുടങ്ങി ഈ ഒരു അവരെ നമുക്ക് ചേർത്ത് നിർത്താം. കാരണം അത് ആ പ്രോസസ് ആകുന്ന ടൈം എന്ന് പറഞ്ഞാലും ക്രൂഷ്യലാണ് അല്ലെ. കാരണം മദ്യപിച്ച് ലെക്ക് കെട്ട് വന്ന് അയാളുടെ ഒരു ഇത് തീർക്കുന്ന സമയത്ത് ഒരു ജീവന്റെ തുടിപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ അപ്പോഴേ തുടങ്ങി ആ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ പ്രശ്നങ്ങൾ തുടങ്ങും. സോ അത് അവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും കെയറിങ്ങും അഫക്ഷനും എല്ലാം കൂടി അവര് നല്ലപോലെ പ്രിപ്പയർ ആകുന്ന സമയത്ത് വേണം ആ ഒരു ജീവന്റെ തുടിപ്പ് ആ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകാനായിട്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി പാർട്ട്നേഴ്സിന് തുടങ്ങി അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ആണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് പറവൂര് ഞങ്ങൾ അത് ലൈവ് ആക്കും. അപ്പം ഐ ഫീൽ ലൈക്ക് ഞാൻ ഇപ്പൊ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള ട്രെയിനീസ് എനിക്ക് മക്കളായിട്ടുണ്ട് ഇവിടെ നമ്മുടെ മോണ്ടിസോറി പ്ലാറ്റ്ഫോമിൽ. സോ ഏത് ഡിസ്ട്രിക്റ്റിലേക്ക് ചെന്നാലും അവിടെ ഇതേ കാര്യം മനസ്സിലുള്ള 1 or 2 പേര് എനിക്ക് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നമ്മൾ ഇനീഷ്യലി ഒരു പേയ്മെന്റ് ഒന്നും വാങ്ങാതെ ആയിരിക്കും ഈ ഒരു അവയർനെസ് സെഷൻ വയ്ക്കുന്നത്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ എക്സ്റ്റേണൽ ഫാക്കൾട്ടികളെയൊക്കെ നമുക്ക് വിളിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അവർക്കൊക്കെ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. പക്ഷെ എന്നാലും വോളണ്ടറി സർവീസ് പോലെ വരുന്നവരായിരിക്കും. എന്നാലും ട്രാവലിംഗ് അലവൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ലോക്കൽ അതോറിറ്റീസും അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് ചെയ്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാമിന് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് വെച്ചിട്ടാണ്
ഈ കുട്ടികളുടെ മെറ്റമോർഫോസിസ് പറഞ്ഞല്ലോ, അവർക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാം. നമ്മളുടെ മോഡ്യൂൾ 3 മുഴുവനും കുട്ടികൾക്ക് കൊടുക്കേണ്ട ലൈഫ് സ്കില്ലാണ്. അപ്പൊ അതിന്റെ മോഡ്യൂൾ പ്രിപ്പറേഷൻ എനിക്കാണ്, ആ ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എനിക്കാണ് വന്നിരിക്കുന്നത്. സോ യു പീപ്പിൾ ക്യാൻ ഓൾസോ സജസ്റ്റ് മെനി തിങ്സ്, നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജനറലി ആയിരിക്കും ഇതിന്റെ മോഡ്യൂൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്കറിയാം കുട്ടികളെല്ലാം യുണീക്കാണ്, ഓരോ കുട്ടിയുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ അത് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സെയിം പ്രിൻസിപ്പിൾ നമ്മുടെ മോണ്ടിസോറി മെത്തേഡാണ് മെറ്റമോർഫോസിസിൽ കുട്ടികൾക്ക് ലൈഫ് സ്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ തിങ്ക് യു പീപ്പിൾ ക്യാൻ സപ്പോർട്ട് മീ ആൻഡ് മോർ ദാൻ ദാറ്റ് യു പീപ്പിൾ ക്യാൻ ഡു മോർ ദാൻ മീ ഓൾസോ. എന്നേക്കാൾ മുമ്പ് നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴല്ലേ ഞാൻ ചെയ്ത കാര്യത്തിന് ഒരു പൂർണ്ണത വരുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഏരിയയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ചെയ്യാനൊന്നും നമ്മൾ പറയുന്നില്ല. ബട്ട് കേരളത്തിലെ എല്ലാ ഏരിയയിലും നമ്മളിത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ എല്ലായിടത്തും നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുടുംബശ്രീ ആയിട്ട് കണക്ട് ചെയ്യാം, നിങ്ങളുടെ ലോക്കൽ അതോറിറ്റീസ് ആയിട്ട്, വാർഡുമായിട്ട് കണക്ട് ചെയ്യാം, റെസിഡൻസ് അസോസിയേഷനുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇപ്പൊ ഗവൺമെന്റിന്റെ പല പ്രോഗ്രാമും മദ്യം മയക്കുമരുന്ന് പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുമ്പോഴാണ് പലപ്പോഴും പലതും വേണം എന്ന് ഹയർ അതോറിറ്റി എന്നൊക്കെ ഒരു ചിന്ത വരുന്നത്. സോ അതിന്റെയൊക്കെ ഒരു വിങ്സ് ആയിട്ട് നമുക്ക് കൂടും, അതുപോലെ തന്നെ മെറ്റമോർഫോസിസും ആകും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഓക്കെ, നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റും പറയുവാണ്, മെറ്റീരിയൽസിന്റെ കാര്യം പറയുവാണ്. ഇത് ഓട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. കൺട്രോൾ ഓഫ് എറർ ആണ് മെറ്റീരിയൽസ് വരുന്നത്. പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുമ്പോൾ പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും, കൺട്രോൾ ഓഫ് എറർ എങ്ങനെയാണ് തന്നെ ആവുന്നത് എന്നുള്ളത്. ഈവൻ ദോ നമ്മൾ അഡൾട്ട് ആണെങ്കിലും നമ്മൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരും. ആ ഒരു കാഴ്ചയായിരുന്നു പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു ഇന്നർ ചൈൽഡ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, ഒരു കുട്ടിത്തം അല്ലെ, അത് പുറത്തേക്ക് വരും. അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ചെയ്യുന്നത്. എന്നോട് പലരും ചോദിച്ചു, പല ബാച്ചിലുള്ളവരും, മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, കമ്പൽസറി ആണോ പ്രാക്ടിക്കൽ സെഷനിന് വരാനായിട്ട്, കമ്പൽസറി ആണോ എന്ന് പലരും ചോദിച്ചു. അപ്പം ആക്ച്വലി ജോൺസി ഇത് കമ്പൽസറി ആണോ, എന്താ ജോൺസിക്ക് എന്താ ഫീൽ ചെയ്തത്? ഇത് കമ്പൽസറി അല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോ തന്നെ ആ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ മിസ് പറഞ്ഞ പോലെ നന്നായി വലിയ ആളുടെ ഒരു ഇതൊക്കെ വിട്ട് കുട്ടിത്തത്തിൽ തന്നെ എത്തുക. ജസ്റ്റ് ഒരു 2 ഇത് പിരമിഡ് തന്നെ ഉണ്ടാക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആ സൈസ് ചില നേരത്ത് നമ്മളതിൽ തപ്പലുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോ നമുക്ക് അത് ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മള് അറിയണ ആൾക്കാരല്ല, അപ്പൊ എല്ലാരും കൂടി ഒരു വട്ടമേശമ കൂടുമ്പോ നമ്മൾ എല്ലാരും കൂടി അറിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അറിയുള്ളൂ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, നമ്മളുടെ ഒരു ആവശ്യമായിട്ട് നമുക്ക് തോന്നുവാണ് ഞാൻ ഇത് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കോഴ്സ് പഠിക്കണമെന്നോ, റെക്കോർഡ് എഴുതണമെന്നോ, അസൈൻമെന്റ് എഴുതണമെന്നോ, ആക്ടിവിറ്റി ചെയ്യണമെന്നോ. ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തായിരുന്നു ഭയങ്കര ഡൗട്ട്. ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ടത് ആവശ്യമാണോ, ടീച്ചിങ് പ്രാക്ടീസിന് പോകണമെന്നോ, പരീക്ഷ എഴുതണമെന്നോ ഒന്നും നമ്മൾ ആരും കമ്പൽസറി ആയിട്ട് പറയില്ല. പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യണം കമ്പൽസറി ആയിട്ട് പറയില്ല. ബട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ എനിക്കിത് വേണം, ഫോർ മൈ ഗ്രോത്ത് ഇത് ആവശ്യമാണെന്ന് തോന്നി നമ്മൾ തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം, ഞാൻ അസൈൻമെന്റ് തന്നിട്ടുള്ളതെല്ലാം എനിക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് MCQ ആയിരുന്നില്ല, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലെവലും ഒന്ന് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അസൈൻമെന്റ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് എക്സാമിന് വന്നതും എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അസൈൻമെന്റ് വന്നിട്ടില്ല, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ സാറിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ആരും ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് നേരെ ചെയ്തു സാറിന്റെ നമ്പർ കൊടുത്തു, സാറിനെ നേരിട്ട് വിളിക്കാൻ. സാറിനോട് അത് പറയാം, കാരണം എല്ലാവർക്കും ആ ഒരു കാര്യം. ഞാൻ ജയദേവൻ സാറിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി, റിപ്ലൈ ഒന്നും കിട്ടിയില്ല. സാറ് നല്ല തിരക്കാ. സാറ് പറയണേ 5 ഫോണുമായിട്ടാ നടക്കണേന്ന്. ഓക്കെ, അപ്പം അത് ഞാൻ സാറിനോട് പറയാം. സാർ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് പറയാട്ടോ. അപ്പം ഇങ്ങനെ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വൈവ അറ്റൻഡ് ചെയ്യണം ഒന്നും നമ്മൾ നിർബന്ധം പറയില്ല. പക്ഷെ നമുക്ക് ഈ മാർക്കിനെ പറ്റി ഞാൻ ബോധർ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ചില സർട്ടൻ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മാർക്ക് ഒരു ക്രൈറ്റീരിയ തന്നെയാണല്ലേ. സോ അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനായിട്ട് ഓരോരോ ലെവൽസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അതൊന്ന് അറ്റൻഡ് ചെയ്താലല്ലേ നമ്മൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാള് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, ഒരാൾ അസൈൻമെന്റ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ എങ്ങനെ അവരെ കാറ്റഗറൈസ് ചെയ്യും? സോ അതൊക്കെയാണ് ഇതിലൊരു പ്രശ്നങ്ങൾ വരുന്നത്. സോ
സോ അതുകൊണ്ട് നമ്മള് കോഴ്സ് നമ്മളൊന്നും കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. സ്വയം ട്രെയിനീസ് വിചാരിക്കണം ഇത് എനിക്ക് വേണ്ടുന്നതാണ്, എനിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നി തന്നെ ചെയ്യണം. പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രാക്ടിക്കൽസ് ചെയ്യുന്നത്. കാരണം 5 സെൻസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ അത് തൊട്ട് നോക്കി, സ്മെൽ ചെയ്യേണ്ടതാണെങ്കിൽ സ്മെൽ ചെയ്ത് നോക്കി, വെയിറ്റ് നോക്കേണ്ടതാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കി, ടച്ച് ചെയ്ത് നോക്കി, ടെക്സ്ചർ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, നമ്മുടെ കൈയുടെ ആക്ഷൻസ് കൂടുതൽ വരുന്നതാണെങ്കിൽ അങ്ങനെ. അതൊക്കെ നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടതുകൊണ്ടോ ഓൺലൈൻ ക്ലാസ്സിലൂടെ കണ്ടതുകൊണ്ടോ നമുക്ക് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും മനസ്സിലാകില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അല്ലെ. അത് തന്നെയാണ് പ്രാക്ടിക്കൽ സെഷൻ എന്നത്. അപ്പോ നമുക്ക് കാണാം April 10th മുമ്പ് തന്നെ വെക്കാൻ പറ്റുന്നതാണ് എന്റെ പ്രതീക്ഷ. ഒരു ഫസ്റ്റ് വീക്കിൽ പെരുന്നാളാണെങ്കിൽ അതിന്റെ തിരക്കുകൾ കഴിയുമ്പോഴേക്കും നമുക്കത് വെക്കാം. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഡേറ്റ് പറയും. സോ യു പീപ്പിൾ ക്യാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നേരത്തെ പറയാം, ദൂരെ നിന്ന് വരുന്നവർക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിലുണ്ടെങ്കിൽ. അപ്പൊ പെരുന്നാളിനെ കുറിച്ചൊരു ഡേറ്റ് കറക്റ്റ് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, എന്നാലും 5-ാം തീയതിക്കുള്ളിലാവുമായിരിക്കും അല്ലെ. April 1st ആവും പെരുന്നാള്. 5th അത്രയൊന്നും വൈകില്ല, അതിന് മുമ്പ് തന്നെ എന്തായാലും 1st 2nd അത്ര ആ ഒരു ഇത് വരും അല്ലെ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു 10th തന്നെ. പിന്നെ നമ്മള് ഈ സാറ്റർഡേ പ്രിഫർ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി വീക്ക് ഡേയ്സ് Monday to Friday ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ ഞാനും അശ്വതിയും അപർണയും വരണമെങ്കിൽ നമ്മളുടെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ടീച്ചേഴ്സ് നല്ല പാക്ടാ. പിന്നെ സാറ്റർഡേ ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വെക്കേഷൻ ആകുമ്പോൾ പിന്നെ ആക്ച്വലി നമുക്ക് വെക്കേഷൻ ഇല്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ മക്കൾക്ക് വെക്കേഷൻ ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഓട്ടോ എഡ്യൂക്കേഷൻ, കൺട്രോൾ ഓഫ് എറർ, ഈ 2 കാര്യങ്ങള് നല്ല രീതിയിൽ വരുന്നതാണ് മോണ്ടിസോറി മെറ്റീരിയൽസ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോകുന്ന നമ്മളും ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലേ ചെയ്യണ്ടേ, നമ്മളും തന്നെയല്ലേ പഠിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നത്. അപ്പോ ആദ്യമൊന്നും വലിയ ഇതായിട്ടൊന്നും ആരും ചെയ്തില്ല. പക്ഷെ തന്നെത്താനെ സർവേ ചെയ്തു, റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഞങ്ങൾക്ക് ഒരു സൈൻ ഇട്ട് തരുമോന്ന്. നമ്മൾ അതും നിർബന്ധമായിട്ട് പറഞ്ഞില്ല, നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് സൈൻ വാങ്ങിക്കണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇവര് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതാ, അപ്പൊ ഞങ്ങൾക്കതൊരു സൈൻ വേണം, അപ്പൊ ഞങ്ങൾക്കത് സൂക്ഷിക്കാൻ. നമ്മൾ എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് കോപ്പി അടിച്ചു വെക്കുന്ന സാധനം തൂക്കി വെക്കുകയുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തത് അങ്ങനെ വെക്കും. അതുകൊണ്ടാണ് എന്റെ റെക്കോർഡ്സ് ഈ 8 വർഷമായിട്ടും എന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ടാകും, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, പല മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷെ തന്നെത്താനെ ചെയ്തതാ, തന്നെത്താനെ ചെയ്തെന്നും പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവും. സോ അത് നിങ്ങളിൽ തന്നെ വന്നു, ഞങ്ങൾ തന്നെ ചെയ്തതാണല്ലോ, സോ ഞങ്ങൾക്ക് അതിനൊരു വാല്യൂ വേണം എന്നുള്ള രീതിയിൽ കുറെ പേര് കംപ്ലീറ്റ് ചെയ്തവർ വന്ന് സൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ കൺട്രോൾ ഓഫ് എറർ, ടീച്ചർ അല്ല അവിടെ കൺട്രോൾ ചെയ്യുന്നത്, മെറ്റീരിയൽസ് തന്നെയാണ്, മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെയാണ് ആ കൺട്രോൾ ഓഫ് എറർ വരുന്നത്. അപ്പൊ ഓൺ മിസ്റ്റേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പെർമിറ്റ്സ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ഓൺ മിസ്റ്റേക്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു 4 വുഡൻ സിലിണ്ടർ ബ്ലോക്സ് ഒരു ഗുഡ് എക്സാമ്പിൾ ആണ്. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് പല ടൈപ്പ് സിലിണ്ടർ ഉണ്ട് കേട്ടോ. കയ്യിലുണ്ടായിരുന്നു, ഞാൻ എടുത്ത് കാണിക്കായിരുന്നു. നോബ്ഡ് സിലിണ്ടറും ഉണ്ട്, നോബ്ലെസ്. റെക്കോർഡ് താഴെ ഇരിക്കുക, റെക്കോർഡിലെ പിക്ചേഴ്സ് കാണിക്കാൻ. ഞാൻ ജസ്റ്റ് നോക്കട്ടെ എന്റെ റെക്കോർഡ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ. കുറച്ച് തിയറി പോർഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ 5 ഏരിയയെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ 5ാമത്തെ റെക്കോർഡായ അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതുന്നത്. ഇതിലെ പ്രാക്ടിക്കൽ ലൈഫാണ്, ജസ്റ്റ് ലൈക്ക് നമ്മളുടെ കിച്ചൺ പോലെ തന്നെ.
ഈ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യൂ കേട്ടോ, കളർ പിക്ചേഴ്സ് തന്നെ. എൻ്റെ അത്ര നല്ല ക്വാളിറ്റി പിക്ചർ അല്ല, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് എടുക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു. അപ്പൊ കിച്ചണിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പൾസസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഒക്കെ. പിന്നെ സെൽഫ് കെയർ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കെയർ ചെയ്യുന്നത്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏരിയ, നമ്മുടെ എൻവയോൺമെന്റിന്റെ കെയർ, അതൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും അൺഡ്രസ്സിങ്ങും, അതായത് തന്നെത്താനെ ഡ്രസ്സ് ചെയ്യാനും ഷൂവിന്റെയും ബാഗിന്റെ ബക്കിളിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്രെയിംസിൽ വരുന്നത്. എല്ലാം അവിടെ ഉണ്ട്. ജെയിംസ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഫ്രെയിംസ് ഉണ്ട്, ബട്ടണിങ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട്. എൻവയോൺമെന്റിന്റെ കെയർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എല്ലാത്തിനോടും ഒരു റെസ്പെക്റ്റും ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേസ് ആൻഡ് കോർട്സി അത് കാണിക്കുന്നത്. പിന്നെ മോണ്ടിസോറി മെറ്റീരിയലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതിന്റെ പിക്ചർ ഒന്നും ഇടയില്ല കേട്ടോ, മാറ്റ്. അതായത് നമ്മൾ റഗ് മാറ്റ്. ഈ മാറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിന്റെ ഫാബ്രിക്കിന്റെ ടെക്സ്ചർ അനുസരിച്ചാണ് കേട്ടോ. ഇപ്പൊ നമുക്കറിയാം യോഗ മാറ്റ് നമുക്ക് റോൾ ചെയ്ത് വെക്കാനേ പറ്റൂ. പിന്നെ ഈ ടേബിളില് കൂടുതലും വെസ്റ്റേൺ കൺട്രീസിൽ അവര് നാപ്കിൻസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെ? അവര് കൂടുതലും വെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും നാപ്കിൻസ് യൂസ് ചെയ്യും. കുട്ടികൾക്ക് ബിപ്പായിട്ട് കിട്ടും, വലിയ ആൾക്കാർ അത് മടിയില് വിരിച്ചിടും. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഡ്രസ്സിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കിച്ചണിലും നമ്മൾ മോപ്പ് ചെയ്യാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ നാപ്കിൻസ് യൂസ് ചെയ്യും. അത് നമുക്ക് മടക്കാൻ പറ്റും, അല്ലെ? അതിന്റെ ഫാബ്രിക്കിന്റെ ടെക്സ്ചർ അങ്ങനെയാണ്. പക്ഷേ അല്ലാത്ത ചില മാറ്റുകൾ ഉണ്ട്. ഇപ്പൊ യോഗ മാറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് മടക്കാൻ പറ്റില്ല, അതിന് പകരം അത് റോൾ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അതിന് പല പല കോർണേഴ്സിലായിട്ട് ഇതുപോലെ മാറ്റ് വെച്ചിട്ടുണ്ടാകും. അത് ഫോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പും ഉണ്ടാകും, റോൾ ചെയ്ത് വെക്കുന്ന ടൈപ്പും ഉണ്ടാകും. അപ്പൊ കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോകുമ്പോൾ പോയിട്ട് ആദ്യം എടുക്കുന്നത്, ഈ മെറ്റീരിയൽസ് എടുക്കുന്നതിന് മുമ്പ് മാറ്റ് കൊണ്ടുവന്ന് എടുത്ത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ അൺറോൾ ചെയ്ത് വിരിച്ചിടും. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അതിനെ അൺഫോൾഡ് ചെയ്യും. ഇതെല്ലാം ആക്ടിവിറ്റിയാണ്. അങ്ങനത്തെ ആക്ടിവിറ്റി കഴിയുമ്പോൾ തിരിച്ചതിനെ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടതിനെ ഫോൾഡ് ചെയ്ത് വെക്കും, റോൾ ചെയ്ത് വെക്കേണ്ടതിനെ റോൾ ചെയ്ത് വെക്കും. ഇതെല്ലാം ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ആക്ടിവിറ്റീസ് ആണ്. ഇത് നമ്മൾ നമ്മുടെ കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലൈഫ് സ്കിൽസ് ആണ്. അപ്പൊ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്കൊരു ലെമണൈഡ് അല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ കുട്ടികൾ ഭയങ്കരമായിട്ട് കേപ്പബിൾ ആയിട്ടുണ്ടാവും. അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കുന്നു. അപ്പൊ അച്ഛനോ അമ്മയോ വീട്ടിലില്ലാത്ത സമയത്താണ് വരുന്നതെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ഇങ്ങനെയുള്ള ലൈഫ് സ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം മോണ്ടിസോറി മെറ്റീരിയലും പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പൊ മാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പല മെറ്റീരിയൽസും ഉരുണ്ട ഷേപ്പിലൊക്കെ ഉള്ളതുണ്ടാവും. അപ്പൊ അത് അല്ലാതെയുള്ള ഫ്ലോറിൽ വെച്ചാൽ ചിലപ്പോൾ ഉരുണ്ടു പോകും, റോൾ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള മാറ്റിൽ വെക്കുമ്പോൾ അത് റോൾ ചെയ്ത് പോകില്ല, അവിടെ തന്നെ ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു കുട്ടി ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യുന്നത് അതിനറിയാം ഈ മാറ്റിന്റെ മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. അപ്പൊ ആ ഒരു ലിമിറ്റഡ് സ്പേസ് ആണ്. അതാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അവന് എന്തും ചെയ്യാനുള്ള ഫ്രീഡം അവിടെ ഉണ്ട്. ബട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് ആ മാറ്റിന് മുകളിൽ വെച്ച് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അവന് ആദ്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ കുട്ടിയും ഇതുപോലെ മാറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നാണ് എഴുതുന്നത്. അപ്പൊ ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് അവർ ആക്ടിവിറ്റി ചെയ്യും, ഓടി നടക്കില്ല, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല, സാധനങ്ങൾ ഡിസ്ട്രോയ് ചെയ്തു പോകില്ല. ചെയ്ത് കഴിയുമ്പോൾ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്നു. എവിടെ നിന്നാണോ എടുത്തത് മാറ്റ് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യോ റോൾ ചെയ്യോ ചെയ്തിട്ട് എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ മാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലും. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുകയാണെങ്കിൽ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് വരുന്നത് സെൻസോറിയൽ ഏരിയയിലാണ്. നമ്മുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ സിലിണ്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. മോഡ്യൂൾ 3 ആവുമ്പോൾ ഇതൊന്നുകൂടെ പറയും. പക്ഷെ എന്നാലും സിലിണ്ടറിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഇൻട്രോ തന്നു മാത്രം. സിലിണ്ടേഴ്സ് ഞാനൊന്ന് എടുക്കാം. നമുക്കിതിനെ റൈറ്റപ്സും ഉണ്ടാകും, അതിന് കറസ്പോണ്ടിങ് പിക്ചേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് സിലിണ്ടേഴ്സ്, അത് നോബ്ഡ് സിലിണ്ടർ എന്ന് ഇവിടെ പ്രത്യേകം എഴുതാൻ കാരണം നമുക്ക് 2 കാറ്റഗറി സിലിണ്ടേഴ്സ് ഉണ്ട്. ഒന്ന് നോബ്ലെസ്സും, നോബ് ഇല്ലാത്തതും, ഒന്ന് നോബ്ഡ് സിലിണ്ടേഴ്സും. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ലെങ്കിലും നേരിട്ട് ഇത് കാണുമ്പോൾ അത് മനസ്സിലാവും. നോബ്ലെസ് സിലിണ്ടേഴ്സ് ആണ് നെക്സ്റ്റ് വൺ. രണ്ടും
2 കാറ്റഗറിയും 4 ടൈപ്പ് ഉണ്ട്. ഇതാണ് നോബ് ഇല്ലാത്തത്. അത് 4 കളറിലാണ് നോബ് ഉള്ളത്. നോബ് ഉള്ളത് ശരിക്കും 5 എണ്ണം ഉണ്ട്, പക്ഷെ 10 എണ്ണം ഉണ്ട്. നമ്മളുടെ സെറ്റിൽ 5 എണ്ണേ ഉള്ളൂ. പക്ഷെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഭരണിയുടെ ഒരു ഷേപ്പ് പോലെ ബ്രൗണും ഒരു സ്കിൻ കളറൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ഭരണിയൊക്കെ ഇല്ലേ, ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഭരണി ഉണ്ടല്ലോ, അറിയില്ലേ? എല്ലാരും പോയോ? ആ ഒരു ഷേപ്പാണ്. ഇതിനൊരു നോബ് പോലെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആ നോബില് ഫിംഗേഴ്സ് ഇങ്ങനെ പിടിച്ച്, നമ്മൾ പിടിക്കുന്ന പോലെ അവലെ കുഞ്ഞുങ്ങൾ പിടിക്കുന്ന ഒരു കുഞ്ഞു വിരലല്ലേ, അവരതുപോലെ പ്രഷർ കൊടുത്തായിരിക്കും ആ നോബില് പിടിച്ചെടുക്കുന്നത്. ഈ ഒരു സിലിണ്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 4 ടൈപ്പാണ് കേട്ടോ സിലിണ്ടേഴ്സ്. ചിലതിന് ഹൈറ്റ് സെയിം ആയിരിക്കും, ചിലതിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കില്ല, അതിന്റെ ബേസിന്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും, ചിലതിന് ഹൈറ്റ് കൂടുമ്പോൾ ആ വിഡ്ത്ത് കുറയുന്നു. അങ്ങനെ 4 ടൈപ്പാണ്. ഈ സിലിണ്ടേഴ്സ് വയ്ക്കുന്ന സംഭവമാണിത്. ഈ ഗ്രൂവിനകത്തേക്ക് സിലിണ്ടേഴ്സ് ഇറക്കി വെക്കുകയാണ് കണ്ടോ, പിറ്റ് പോലെ, കുഴി പോലെ കണ്ടോ, അത് വെക്കുന്ന കുഴികൾ പോലെ കണ്ടോ? യെസ് മാം കണ്ടു. ഇതിനകത്തേക്ക് സിലിണ്ടർ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സിലിണ്ടർ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഏറ്റവും ഹൈറ്റ് ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് പോകും തോറും ഹൈറ്റ് കുറഞ്ഞിരിക്കുക അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ ഡെപ്തും ഈ ഒരു കുഴി പോലുള്ള ഭാഗത്തിന്റെ ഡെപ്തിനും വ്യത്യാസം വരും. കാരണം എന്താന്ന് വെച്ചാല് ഈ സിലിണ്ടേഴ്സ് എല്ലാം ഇതിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോ എല്ലാം ഒരേ ലെവലിൽ ഇരിക്കണം. നമ്മൾ വിരൽ വെച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലെവലിൽ ഇരിക്കണം, പൊങ്ങിയും താന്നൊന്നും ഇരിക്കരുത്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഡെപ്ത്. ഇതെല്ലാം വിഡ്ത്ത് സെയിം ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ആണ് ഈ കാണുന്നത്. പക്ഷെ ഹൈറ്റ് ഡിഫറെന്റ് ആണ്. ദാറ്റ് മീൻസ് ഈ ഹൈറ്റിലുള്ളതിന് കൂടുതൽ ഡെപ്ത് വേണം, എന്നാലാണല്ലോ അത് കൂടുതൽ താഴേക്ക് ഇറങ്ങിയിരിക്കുമ്പോഴല്ലേ മറ്റുള്ളതിന്റെ ലെവലിൽ വരുള്ളൂ. അടുത്തതാകുമ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ അത്രയും ഡെപ്ത് വേണ്ട, കുറച്ച് ഡെപ്ത്, അങ്ങനെ വെച്ച് വരുമ്പോൾ ലാസ്റ്റ് ചെറിയ ഹൈറ്റ് ഉള്ളതിന് ചെറിയ ഡെപ്ത് മതി. ഈ കുട്ടി ഇത് വെക്കുമ്പോൾ 10 സിലിണ്ടർ ഇവിടെ ഉണ്ട്, ഈ 10 എണ്ണത്തിനും വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ച് വരുമ്പോൾ ലെവലല്ല. അപ്പൊ അവന് മനസ്സിലാകും എവിടെയോ അവൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പിറക്കി വെക്കെടുക്കും, വീണ്ടും വെച്ച് നോക്കും. അങ്ങനെ ലെവൽ ആകുന്നവരെയും അവൻ ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അവന് മനസ്സിലാകും അവനെവിടെയാണ് മിസ്റ്റേക്ക്. റിപ്പീറ്റ് ചെയ്ത് ശരിയാവുമ്പോൾ മനസ്സിലാകും എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്നും. ആ രീതിയിലാണ് പല മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് സിലിണ്ടർ ബ്ലോക്സ് വളരെ നല്ല എക്സാമ്പിൾ ആണെന്നാ പറയുന്നത് കൺട്രോൾ ഓഫ് എററിനുള്ളത്. അങ്ങനെ പല ടൈപ്പ് സിലിണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇത് 10 എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് 5 എണ്ണേ ഉള്ളൂ. 5 എണ്ണം ഉള്ളെങ്കിൽ തന്നെയും അത് നമുക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാകും. പിന്നെ ലൈക്ക് നോബ്ലെസ് ഉണ്ട് ഇതിനു മുമ്പ്. പക്ഷെ നോബില്ല, ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള സിലിണ്ടർ, പക്ഷെ വളരെ വൈബ്രന്റ് അട്രാക്റ്റീവ് കളേഴ്സ് ആണ്. ഗ്രീൻ ഒന്നും ഇങ്ങനെയല്ല കേട്ടോ, നല്ല ബ്രൈറ്റ് ഗ്രീൻ ആണ്. നമ്മുടെ കരിമ്പച്ച പറയില്ലേ, ബോട്ടിൽ ഗ്രീനോ എന്തോ പറയും, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, നല്ല ഫൈൻ ആയിട്ടുള്ള വുഡൻ പീസസ് ആണ്. ഈ സിലിണ്ടേഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ബോക്സുകളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കളർ ഉള്ളത് ഈ ബോക്സിന്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് ഈ കളർ കൊടുത്തിരിക്കുന്നത്. ഈ ഇത് ഓപ്പൺ ചെയ്ത് മാറ്റാവുന്ന ലിഡാണ് ഈ കളറബിൾ ആയിട്ട് കാണുന്നത്. അതും വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ടൈറ്റ്ലി ക്ലോസ്ഡ് ഒന്നുമല്ല, വളരെ ലൂസ് ആയിട്ടാണ്. ഒരു ചെറിയ ഗ്രൂവ് അതിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു, അടപ്പ്, അത്രയേ ഉള്ളൂ. അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ എടുത്താൽ അത് മാറും. എല്ലാം കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതി. ആരുടെയും ഹെൽപ്പ് ചോദിക്കേണ്ട, തുറന്നു തരാമോ എന്ന് ചോദിച്ച് ഓടി വരുമൊന്നും വേണ്ട. അപ്പൊ ആ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ആണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനിലെ സെഷൻ ഉണ്ടാകും ആദ്യം പ്രാക്ടിക്കൽസ്, അത് കഴിയുമ്പോഴാണ് നമ്മൾ ഓഫ്ലൈനിൽ ചെയ്യിക്കുന്നത്. ഓക്കെ, ഫൈൻ. സിലിണ്ടേഴ്സ് എന്ന് പറയാനായിട്ട് ചെയ്തതായിരുന്നു. ഓക്കെ, സോ അതിന്റെ എൻഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ എൻഡ് ചെയ്യുന്ന 2 ചെറിയ പാരഗ്രാഫ് ഉണ്ട്, അതൊന്ന് വായിച്ചോളൂ.
നെക്സ്റ്റ് പേജിലാണേ. ഞാൻ വായിക്കട്ടെ മാം. യെസ് പ്ലീസ്. Control of error is any kind of indicator which tells us whether we are going towards our goal or away from it. We must provide this as well as introduction and materials on which to work. The power to make progress comes in a large measure from having freedom and an assured path along which to go. But to this must also be added some way of knowing if and when we have left the path. If the child is not able to see the control of error in the material, the child is not ready for the exercise, or in other words, he is not at that stage of expansion. ഓക്കെ. സോ കൺട്രോൾ ഓഫ് എറർ. അപ്പൊ അവനെ സെൽഫായിട്ട് ജയിക്കുക, കാരണം തന്നെ ചെയ്യുക. നമ്മൾ പറഞ്ഞത് ഇതൊന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയാക്കാനുള്ള ഒരു ആഗ്രഹം കൂടും. അതായത് ഗോളിലേക്ക് എത്താനായിട്ട്. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് അക്കംപ്ലിഷ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് വേഗം എത്തിക്കുക തന്നെ ചെയ്യും. അതേസമയം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് തന്നെ ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളത് അത്ര സുഖമായിട്ടുള്ള രീതിയിലാവില്ല. അപ്പൊ നമ്മൾ തന്നെ ചെയ്തപ്പോ നമ്മളിപ്പോ വീട്ടിലിപ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ്, വളരെ ആഗ്രഹിച്ച് ചെയ്യാണ്, പക്ഷെ എന്തോ പ്രശ്നം പറ്റി. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു. അങ്ങനെ നമ്മൾ ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റിലേക്കാണ് എത്തിക്കുമ്പോൾ നമുക്കൊരു അച്ചീവ്മെന്റ്, ഒരു അക്കംപ്ലിഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ? സോ ആ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് കൺട്രോൾ ഓഫ് എറർ. നമ്മൾ ശരിക്കും മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഡെമോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ അവർക്ക് കൊടുക്കും. അപ്പോഴാണ് ഇവര് പിന്നെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഓരോ മെറ്റീരിയൽസ് എടുത്ത് ചെയ്യുന്നത്. ഈവൻ ദോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും അത് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പൊ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി വൺസ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവർക്ക് നമ്മളുടെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇൻഡിക്കേഷൻ തരും, അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ നമ്മൾ പോയി ചെയ്യുമ്പോൾ ദാറ്റ് വിൽ അറസ്റ്റ് ദെയർ ഡെവലപ്മെന്റ്. കൺട്രോൾ ഓഫ് എറർ അതൊന്നും ശരിയാവില്ല. പ്രോഗ്രസ് വരും നല്ല രീതിയിൽ തന്നെ. അപ്പൊ അതിന് ഫ്രീഡം തന്നെ വേണം. ആ ഒരു ഫ്രീഡം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോഴാണ് ആ ഒരു പ്രോഗ്രസ്സിലേക്ക് പോകുന്നത്. ഈ കൺട്രോൾ ഓഫ് എറർ ഇപ്പൊ തന്നെത്താനെ ആ എറർ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അത് ക്ലിയർ ആവില്ല, അല്ലെ? നമ്മളൊരു കാര്യം ചെയ്ത് അതിന്റെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലായത് നമ്മൾ തന്നെ ആ മിസ്റ്റേക്ക് സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുപോകുമ്പോൾ നമുക്ക് പിന്നെ എന്നും അത് ഓർമ്മയായിരിക്കും, അല്ലെ? അപ്പൊ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ തന്നെ എറർ മനസ്സിലാക്കി, മിസ്റ്റേക്ക് മനസ്സിലാക്കി, ഓൺ മിസ്റ്റേക്സ് മനസ്സിലാക്കി നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ദാറ്റ് വിൽ മേക്ക് us ഗ്രോ. നമ്മളെ വളർത്താൻ അത് ഉപകരിക്കും. നെക്സ്റ്റ്, ബേസിക് റൂൾസ് ഇൻ ദ യൂസ് ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽ. നമുക്ക് 5 പോയിന്റ്സ് ഉണ്ട്. ഐ തിങ്ക് അത് വായിക്കാനുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ 5ഉം ഒരുമിച്ചൊന്ന് വായിക്കാൻ. വായിക്കട്ടെ മാം. Yes, please. Basic rules in the use of Montessori material. Montessori materials are designed with a serious purpose, that is to support the child in his psychic development. Therefore, children are required to treat them with respect. They must handle them carefully and only after their use is understood. When using materials, children must bring all the materials essential and arrange them in order on the mat or table. When they have finished using the materials, the children must return it to the shelves, leaving the materials in good order for the next child. The introduction of new material to the child is called the fundamental lesson. The goal is not only to present the child with the key to the materials and their possibilities, but also to enable the teacher to discover the child's inner progress and therefore his actual stage of development. Generally, lessons are given on an individual basis. This is because no two children can be partially in the same stage of development. മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്. കുട്ടികളുടെ ഡെവലപ്മെന്റിന്, സൈക്കിക്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്, ബുദ്ധി, ക്രിയേറ്റിവിറ്റി എല്ലാം ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ നന്മയെ ഉദ്ദേശിച്ചല്ലേ. ഇപ്പൊ കുട്ടികൾ ഡെഫിനറ്റ്ലി ആ മെറ്റീരിയൽസിനെ റെസ്പെക്റ്റോട് കൂടി തന്നെ ട്രീറ്റ് ചെയ്യണം.
ഡിസ്റ്റർബിങ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, എന്ത് കിട്ടിയാലും വലിച്ചെറിയുന്ന വയലന്റ് നേച്ചർ, ആ ഒരു രീതിയിൽ മെറ്റീരിയൽസിനെ കാണരുത്. അപ്പൊ അത് അവരിൽ ആദ്യം ഫോം ചെയ്യിക്കണം. അതിന് നല്ല ഹാൻഡിൽ ദം കെയർഫുള്ളി, നല്ലപോലെ തന്നെ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ യൂസ് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതെടുക്കാൻ. അതാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ അവർക്ക്, അതിനെ നമ്മളൊന്ന് ഒരു ഡെമോ പോലെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നു, വി ആർ ഷോയിങ് ദം ഹൗ ടു യൂസ്, ഹൗ ടു റെസ്പെക്ട് ദ മെറ്റീരിയൽസ്. അപ്പൊ കുട്ടിയും അത് തന്നെ ഫോളോ ചെയ്യും. പിന്നെ ഒരു മെറ്റീരിയൽസ്, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് മാത്രം കൊണ്ടുവരിക. ആ കാര്യം കുട്ടികൾക്ക് ആദ്യം തന്നെ ഒരു ഗൈഡൻസ് പോലെ കൊടുക്കണം. എന്നിട്ട് മാറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിലത് അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ, ആ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇട്ടിട്ട് പോവുകയല്ല വേണ്ടത്. എവിടെ നിന്നാണോ എടുത്തത് അതേപോലെ തന്നെ അവിടെ കൊണ്ടുപോയി വളരെ ശ്രദ്ധിച്ചു വെക്കണം. അടുത്തൊരു കുട്ടി വന്ന് അത് എടുക്കുമ്പോൾ ആ മെറ്റീരിയൽസ് ആ കുട്ടിക്ക് നല്ലതുപോലെ ചെയ്യാനായിട്ട് പറ്റണം, ആ ഒരു രീതിയിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് വാഷ്റൂം യൂസ് ചെയ്യുന്നത് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു കുട്ടി പോയി വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ അടുത്ത ആള് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ രീതിയിൽ തന്നെ വാഷ്റൂം യൂസ് ചെയ്യണം. അത് എവിടെ പോയിട്ട്, ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ചെല്ലുന്നു, അവരുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും കുട്ടി അത് തന്നെ ഫോളോ ചെയ്യണം. ആ രീതിയിൽ കുട്ടിയെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ, അത് ലൈഫ് സ്കില്ലിന്റെ ഭാഗമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ലൈഫ് സ്കില്ലാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് ഇനി വരുന്ന ഒരു കുഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ അതുകൊണ്ട് ആക്ടിവിറ്റി ചെയ്ത് അതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോയി വെക്കണം. ഈ ഓരോ പുതിയ മെറ്റീരിയലും ഒരു കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫണ്ടമെന്റൽ ലെസൺ എന്ന് പറയുന്നത്. അത് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ, ആ ഒരു ഡെമോ പോലെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ രീതിയിൽ അതിനെ ചെയ്യണം, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അതിനെ കെയർ ചെയ്യണം, എങ്ങനെ ആ മെറ്റീരിയലിനെ റെസ്പെക്ട് ചെയ്യണം, ആ ഒരു രീതിയൊക്കെ മനസ്സിലാകും. പിന്നെ കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ അവർക്ക് ഗ്രേഡ് ഷീറ്റ്, മാർക്ക് ഷീറ്റ്, സ്കോർ കാർഡ്, അങ്ങനെ പലതും ഉണ്ടാവും. കുട്ടി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് ഒബ്സർവ് ചെയ്ത് കുട്ടിയുടെ ഇന്നർ പ്രോഗ്രസ്സും കാര്യങ്ങളും ആ ഒരു ഫെസിലിറ്റേറ്റ് മനസ്സിലാക്കണം. പിന്നെ ലെസൺസ് എല്ലാം കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ബേസിസിലാണ്. ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ് അല്ലെ, ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ഓരോ കുട്ടിയും ചെയ്യുന്നത് ഒരുപക്ഷെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും. അത് മാത്രമല്ല 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള ഏജിലുള്ള കുട്ടികളാണ്, അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസും ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് വേണം ഇൻഡിവിജ്വൽ ലേണിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെസൺസ്, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക് റൂൾസ് ഇൻ ദ യൂസ് ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യിക്കുന്നതിന് മുമ്പ് നമ്പർ ഫിഗറൈസേഷനും കൗണ്ടിങ്ങും കഴിയണം. ഓരോ ലെസൺസും ഏത് സ്റ്റേജിൽ കൊടുക്കണം എന്നുള്ളത് ആണ്. അത് ചിലപ്പോൾ 4 വയസ്സുകാരൻ പെട്ടെന്ന് തന്നെ അത് ചെയ്യുമായിരിക്കും. പക്ഷെ 5 വയസ്സുള്ള ഒരു കുട്ടി അവന്റെ പേസ് ചിലപ്പോൾ കുറച്ച് പതുക്കെയായിരിക്കാം. സോ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ലെസൺസ് എല്ലാരെയും കൂടെ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ എനിക്ക് തോന്നുന്നു 2 ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാട്ട് തീരുമായിരിക്കും. ഒരിക്കലും പാട്ടല്ല, ഈ ഒരു ലെസൺ തീരുമായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ പാർട്ട് 3 കംപ്ലീറ്റ് ആ സമയത്ത് ടീച്ചർമാര് പാരലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് തീരും. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോവാം. ഓക്കെ ഫൈൻ. ആരെങ്കിലും സൈൻ ഔട്ട് ഉണ്ടോ? Thank you, Jisha ma'am, for the informative class on principles of Montessori materials and basic rules in the use of Montessori materials. I would also like to thank my fellow students and the technical team for their support. Goodbye, everyone. It's me, Parvati, signing out now. Thank you all. ഓക്കെ ബൈ. ഹാവ് എ നൈസ് ഡേ. ധാരാളം വെള്ളം കുടിക്കുക. നല്ല ഡീഹൈഡ്രേഷൻ ആണ്, പുണ്യമാസാണ്, നോമ്പാണ്. നമുക്കപ്പോ വെയിലത്തൊന്നും ഇറങ്ങാതിരിക്കുക. ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഭയങ്കര ക്ഷീണായി. കുറെ പേര് എനിക്ക് മെസ്സേജ് പകല് ഭയങ്കര ക്ഷീണ, റെക്കോർഡ് എഴുതണം എന്നൊക്കെ വിചാരിച്ചാലും ഒന്നും നടക്കണില്ല എന്നൊക്കെ പറയട്ടെ. കിടന്നു പോകുന്നു, ഉറങ്ങിപ്പോകും. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Have a good day.